100ഓളം വരുന്ന മഹല്ലുകൾ സുന്നിമാന്റെ ഫെഡറേഷന്റെ 100ഓളം വരുന്ന മഹല്ലുകൾ ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് ആ മഹല്ലുകളെ എല്ലാം ഖാലിയായി സംയുക്ത മഹല്ല് ഫെഡറേഷൻ എന്ന പേരിൽ മഹാനായ പാണക്കാട് ശ്രീ സ്വാദിഖലി ശിഹാബ് തങ്ങൾ വൈദ്യുതി ചെയ്തു. പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ അവിടൊക്കെ തന്നെ അതിനൊരു പോസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ എന്തൊക്കെയാ ഉണ്ടാക്കിയിട്ടുള്ളത്? മഹാനായ സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഖാലിയാവുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾ അവിടെ വരുന്നത് കൊണ്ട് അതിന് നേരെയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ ചിലർക്ക് താല്പര്യം. ഒരു ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന് തന്നെ പറഞ്ഞത് മഹാനായ തങ്ങളുടെ ഫോട്ടോയും ആ റിപ്പോർട്ടിൽ ആ പോസ്റ്ററിൽ തന്നെ മഹാനായ സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് അലി ജിഫ്രി തങ്ങൾ അവരുടെ മഹാനവരുടെ ഫോട്ടോയും വെച്ചു കൊടുത്തതിനെ സംബന്ധിച്ചുകൊണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടാക്കിയത് എന്തിനു പേരിലായിരുന്നു? ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ പേരിനെ പറയാതെ അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് സയ്യിദുൽ ഫോട്ടോയുണ്ട്, വേറെ ഒരു തങ്ങളുടെ ഫോട്ടോയും ഉണ്ട്. ഏതോ ഒരു തങ്ങൾ എന്ന് പറഞ്ഞതല്ല, ഏതോ ഒരു തങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതിന് തിരുത്തുകയാണ്. വേറൊരു തങ്ങൾ പറയേണ്ട കാര്യമില്ല. വേറെ തങ്ങൾ എന്ന് സ്വാദിഖലി ശിഹാബ് തങ്ങൾ പറയുമ്പോൾ മഹാനവരെ നിന്ദിക്കുന്നതിന് സമാനമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുലമയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതിനൊറ്റ ആൾക്കും ഒരു നിലക്കും താഴോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷെ ബഹുമാനപ്പെട്ടവരെ ബഹുമാനിക്കാൻ പറയുന്നതിന് പകരം സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ പേര് പറയുന്നതിന്റെ അപ്പുറത്ത് വേറൊരു തങ്ങളെ നിന്ദിക്കുന്ന സമാനത വർത്തമാനം ഉണ്ടാകുന്നത് വലിയ അപകടകരമായിരിക്കുന്ന ചില പ്രയോഗമാണ്. അത് മുതഅല്ലിമീങ്ങൾ പങ്കെടുത്ത ഒരു കോൺഫറൻസിൽ പറഞ്ഞാൽ മുതഅല്ലിമീങ്ങൾ പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ചുണ്ടാകുന്ന ധാരണ എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അത് ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ടുണ്ടാവാൻ പാടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ആ പോസ്റ്ററിൽ സയ്യിദുലയുടെ ഫോട്ടോ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് അപവാദമുള്ളത്? സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കൊണ്ടായാലും പ്രഭാതത്തിൽ പറയേണ്ടി വരുന്നത് സയ്യിദുലയുടെ ഫോട്ടോ കൊടുക്കുന്നത് എന്ത് തെറ്റിന്റെ? ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി. ഒരു പ്രാദേശിക കോൺഗ്രസ് KPCCയോ DCCയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയോ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോ രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ വരില്ല, വന്നിട്ടുണ്ടായിട്ടില്ല. ആ പരിപാടി ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ അവരുടെ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ കൊടുക്കുന്നത് തെറ്റാണ്. അതെങ്ങനെ തെറ്റാവുന്നത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സ്വാദിഖലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ഷാഹിദ് മുസ്ലിം യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റു ഘടകത്തിന്റെ ഒരു പൊതുയോഗം നടക്കുമ്പോൾ ആ പൊതുയോഗത്തിന്റെ പോസ്റ്ററിൽ സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ കൊടുക്കുന്നത് തെറ്റാണ്. CPMന്റെ പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി സെക്രട്ടറിയുടെയോ ഫോട്ടോ കൊടുക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ 100ഓളം മഹല്ലുകളിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ബൈഅത്ത് ചെയ്യുന്ന ഒരു പരിപാടിയിൽ അത് സമസ്തയുടെ സമ്മേളനത്തിന്റെ പ്രചരണോദ്ഘാടനം നടത്തുന്ന വേദിയാണ്. അവിടെ SMOയുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണം കൊടുക്കുന്ന വേദിയാണ്. അവിടെ സമസ്തയുടെ ആസ്ഥാനം പണിയുന്നതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുന്ന വേദിയാണ്. അത് സമസ്തയുടെ വേദിയാണ്. ആ വേദിയിൽ അതിന്റെ പോസ്റ്ററിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളുടെ ഫോട്ടോ വെച്ചതിന്റെ പേരിലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒരുമിച്ച് കൂടിയ വേദിയിൽ വെച്ചുകൊണ്ട് അത് സംഘടനാ വിരുദ്ധമാണെന്ന മട്ടത്തിൽ അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. സയ്യിദുലമ ഇല്ലാത്ത പരിപാടിയിൽ സയ്യിദുലമയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് കബളിപ്പിക്കുന്നു എന്ന വിധത്തിലുള്ള പ്രോപ്പഗൻഡ അടിച്ചിറക്കിയത് വല്ലാത്ത കടുകയാണ് അതൊക്കെ ചെയ്യുന്നത്. സമൂഹത്തിൽ ഉണ്ടാകുന്ന ധ്രുവീകരണങ്ങൾ എത്രമാത്രം ഉണ്ടാകുമെന്ന് ചിന്തിക്കണ്ടേ? അതുകൊണ്ട് അത്തരം ആളുകൾ അതുകൊണ്ട് പിന്നീട് തന്നെ വേണം. സമൂഹത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഒന്നിച്ചു പോകണം. സമസ്തയും മുസ്ലിം ലീഗും അതുപോലെ മുസ്ലിം ലീഗിൽ അല്ലാതെ മറ്റു പാർട്ടികളും സമസ്തയുമുണ്ട്, അതൊക്കെ സഹകരിച്ചു കൊണ്ടുപോകണം. പക്ഷെ മുസ്ലിം ലീഗും പാണക്കാട് കുടുംബവും സമസ്തയുമായുള്ള വലിയൊരു ധാർമ്മികപരമായ പഴയ കാലഘട്ടത്തിലുള്ള ബന്ധമുണ്ട്. അത് തകരാതെ, അത് പൊട്ടാതെ, അത് പൊളയാതെ മുന്നോട്ട് കൊണ്ടുപോയി ശക്തമായി ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പിന്റെ വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സമ്മേളനത്തിന്റെ പ്രചരണത്തിനും അതുപോലെ തന്നെ സുന്നി മാലിക് ഫെഡറേഷന്റെ വരാൻ പോകുന്ന ഗോൾഡൻ ജൂബിലിക്കും ഒക്കെ നിങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട് ഈ വരുന്ന ഒക്ടോബർ മാസം 24-ാം തീയതി മലപ്പുറത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന SMFന്റെ ക്യാമ്പയിന്റെ സമാപന സമ്മേളനം ജബലുർ റഹ്മ കോൺഫറൻസിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വാഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.